ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് രാവിലെ തന്നെ കല്ലുമ്മക്കായ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് കല്ലുമ്മക്കായ് പൊരിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കല്ലുമ്മക്കായ് പൊരിക്കുന്നത്. പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെത് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കണം. ഇത് പയർ വറവ് മുറിച്ചിട്ട് വെച്ചു. പിന്നെ കല്ലുമ്മക്കായ് ഞാൻ ചട്ടിയിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ അതിങ്ങനെ തുറന്ന് വരുമല്ലോ, അങ്ങനെ ചെയ്തു. പിന്നെ അത് ക്ലീൻ ചെയ്യാമെന്ന്, അതിൻ്റെ എന്തോ ഒരു പാമ്പ് പോലത്തെ സാധനം എടുക്കണമില്ല, വയറ് തന്നെയാവും എന്നൊക്കെയല്ലേ പറയുന്നത്. അതുകൊണ്ട് ഞാനത് നോക്കിയിട്ട് ഇങ്ങനെ എടുത്ത് കളയുമായിരുന്നു. എൻ്റെ വീട്ടിൽ അമ്മ എപ്പോഴും ഈ അരിക്കടുക്ക ഉണ്ടാക്കാറ്, അരിയൊക്കെ നിറച്ചിട്ടുള്ളത്. അതാകുമ്പം കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുമല്ലോ കഴിക്കാൻ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞു പോകും. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് വളരെ കുറവാണ്, എപ്പോഴെങ്കിലേ ഉണ്ടാക്കാറുള്ളൂ. ഒരുപാട് ക്വാണ്ടിറ്റി കല്ലുമ്മക്കായ് കിട്ടുകയാണെങ്കിൽ കുറച്ച് പൊരിക്കും, കുറച്ച് അരിക്കടുക്കയാക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ഇത് നമുക്ക് ഇവിടെ ഒരു ചേച്ചി കൊണ്ടുതരുന്നതാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചത് കൊണ്ടാണ് ഇത്ര രാവിലെ തന്നെ കിട്ടിയത്. അല്ലെങ്കിൽ പിന്നെ അച്ഛനൊക്കെ എവിടെയെങ്കിലും പോയി വരുമ്പോഴും ഇങ്ങനെ കോഴിക്കോട് അല്ലെങ്കിൽ തലശ്ശേരിയൊക്കെ പോയി വരുമ്പോഴാണ് വാങ്ങിക്കാറ്. കല്ലുമ്മക്കായ് ഞാൻ മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചു. പിന്നെ നേരത്തെ മുറിച്ചിട്ട് ആ പയറില്ലേ, അത് വേവിക്കാൻ വെച്ചു. ഇന്ന് എനിക്ക് ചോറിന് ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാണ് സാമ്പാറും പയർ വറവും കല്ലുമ്മക്കായ്. പിന്നെ എങ്ങനെയാണോ ഇഷ്ടമാണ്, എന്നാലും ഈ സാമ്പാറും പയർ വറവെല്ലാം ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള തേങ്ങ വറക്കുകയാണ്. തേങ്ങ വറക്കുന്നതൊന്നും ഞാൻ എങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല, അതെല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ തേങ്ങ വറുത്തു. പിന്നെ ഈ അനാർ കുറേ ദിവസങ്ങളായി ഇവിടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ട് ഒരു ബോക്സിലിട്ട് വെക്കാമെന്ന്. അല്ലെങ്കിൽ ഇന്നും അത് കാണുന്നില്ല, ഇപ്പം തന്നെ അതിങ്ങനെ ഉണങ്ങി ശുഷ്കിച്ച് പോയിട്ടുണ്ട്. ഞാൻ അനാറ് ഇങ്ങനെയാണ് ചെയ്യാറ്. അത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ബാക്കിൽ സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കും. ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ നമ്മൾ ബേക്കറിൽ ജ്യൂസ് അടിക്കുന്ന സെക്ഷനുണ്ട്. അപ്പോൾ അവിടെ അവർ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ അങ്ങനെ പഠിച്ചതാണ്. കല്ലുമ്മക്കായ് പിന്നെ ഞാൻ പൊരിക്കാൻ വെച്ചു. ഇതിൻ്റെ സ്മെല്ല് കിട്ടുമ്പോഴേക്കും ഇനിയിപ്പോൾ അയാൻ ഓടി വരും. അയാന് ഭയങ്കര ഇഷ്ടമാണ് കല്ലുമ്മക്കായ്. അയാൻ അങ്ങനെയൊന്നും ഫിഷൊന്നും കഴിക്കില്ല. ആ കഴിക്കുന്നതിൽ കുറച്ച് സെലക്റ്റീവായിട്ടുള്ള ഐറ്റംസാണ് ഈ കല്ലുമ്മക്കായ്. ചെമ്മീൻ ചിലപ്പോൾ, അത് ഓരോരോ ഇതുപോലെ ഇരിക്കും. അപ്പോൾ സാമ്പാറിൽ ഞാൻ വെണ്ടയ്ക്കയും മുരിങ്ങയൊക്കെ എടുത്തിട്ടു. പിന്നെ ഇത് ഒരുപാട് കഷ്ണങ്ങളൊന്നുമുള്ള സാമ്പാറല്ല, എൻ്റെ അടുത്തുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട്. ഞാൻ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും വാങ്ങാറില്ല. പോയാൽ തന്നെ ഒരു 5 വെണ്ടക്ക, 2 ക്യാരറ്റ്, അങ്ങനെയൊക്കെ ഞാൻ വാങ്ങിക്കാറ്. വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. ഞാൻ ഷോപ്പിലുള്ളവരോട് പറയും കേട്ടോ, എനിക്ക് അത്രയൊന്നും വേണ്ട, കുറച്ച് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ എടുക്കാറാണ്. നമ്മുടെ നാട്ടിലെ കല്യാണത്തിൻ്റെ സാമ്പാർ, മീൻകറി, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കഴിച്ചിട്ട് കുറേ കാലമായി. ഇപ്പം ഞാൻ നമ്മുടെ നാട്ടിലില്ലല്ലോ. ഇപ്പം നമ്മുടെ ആ ഒരു കല്യാണത്തിനെന്ന് വെച്ചാൽ ഇപ്പം അധികം ആളും സദ്യേൻ്റെ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. മുന്നേ ഒക്കെ നമുക്ക് സാമ്പാർ, മീൻകറി അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ കല്യാണ വീട്ടിൽ ഭക്ഷണം. ഇവിടെ പിന്നെ പ്യുവർ വെജിൻ്റെ തന്നെയാണ് ഈ നാട്ടിൽ. ഞാനങ്ങനെ നമ്മൾ ആ ഒരു ഏരിയയിൽ മാത്രമാണ് നമുക്ക് ഈ കല്യാണത്തിന് മീൻകറിയെല്ലാം ഉണ്ടാവുക. ഇവിടെ അങ്ങനെയൊന്നുമില്ല. എൻ്റെ നാട് പാനൂരാണ്, തലശ്ശേരി പാനൂർ. ഇവിടെ ഇപ്പം ഞാനുള്ളത് പയ്യന്നൂരാണ്. ഈ ഹൂഡ് വാങ്ങിയതിന് ശേഷം ഞാൻ ഇതുവരെ അത് ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു റീഫ്രഷ് ബട്ടണിൽ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഒരു 9 സെക്കൻഡ് ആയാൽ അതിൽ ഓയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ ആ ഓയിൽ കളക്ടറിൽ പോയിട്ട് കളക്ട് ആവും. അത് പിന്നെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് എടുക്കുക വേണ്ടത്. ഇതൊരാൾക്ക് അയാൻ്റെ അടുത്ത് ദേഷ്യം വന്നിട്ട് ഞാൻ കെട്ടിക്കൊടുത്ത മുടിയൊക്കെ അയച്ചു മാറ്റിയിട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നത്. ഇച്ചിരി കലിപ്പിലാണ് ആൾ. ഓഫീസിൽ പോകാൻ റെഡിയായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോഴേക്കും കൊറിയറിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ വരും. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇത് അയാന് ഒരു ഷൂ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ്. അവൻ്റെ ഷൂസൊക്കെ, അവൻ്റെ കാല് വലുതായി, ഷൂസ് ചെറുതായിപ്പോയി. അപ്പോൾ കുറേ ആയി പറയുന്നു അങ്ങനെ ഒന്ന് ഓർഡർ ചെയ്താൽ. കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇനി അവൻ ഇട്ട് നോക്കണം. ആണോ? ഇഷ്ടമായിന്? ഇഷ്ടായിനോ? സോക്സ് ഇട്ടോ? ഏതെങ്കിലും ഇട്ടോ? ഇത് ഈവനിങ് ആയപ്പോൾ ഒരു ഓല വീണത് ഞാൻ എടുത്തിട്ട് അപ്പുറത്ത് കൊണ്ടിടുമായിരുന്നു. പിന്നെ ഈ സ്റ്റെപ്സ് ഞാൻ അധികം വൈകുന്നേരം ഇങ്ങനെ കഴുകാറുണ്ട്. ഇത് ഉച്ചക്കൊന്നും നമുക്ക് ഈ സ്റ്റെപ്സിൽ ചവിട്ടാനേ പറ്റില്ല, നല്ല വെയിലായിരിക്കും. അതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വൈപ്പ് ചെയ്തെടുക്കാറാണ്. പിന്നെ ഒന്ന് തുടച്ചെടുക്കും, അപ്പോൾ വെള്ളം മൊത്തമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.